അമ്മ എങ്ങോട്ട് തന്നെയാണ് വേഗം ചെയ്യുക. ഉപ്പുമാവാകുമ്പോൾ അതിന് ഉള്ളി മുറിക്കണം, പച്ചമുളക്, ക്യാരറ്റ്. ഗുഡ് മോർണിംഗ്. ഹേ എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എനിക്ക് ഓഫീസിൽ പോകാനുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം എന്താ പറയുക, വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഓഫീസിൽ പോകണം. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ നമ്മളെ അച്ചമ്മ വന്നിന് കേട്ടോ. നമ്മളെ വീട്ടിൽ അച്ചമ്മ എന്ന് പറയുന്നത് അമ്ന എന്നാണ് ഞാൻ വിളിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ചമ്മ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ മേൽ ഓൾറെഡി അമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, മുറ്റത്തേക്കൊന്ന് പോയി നോക്കി. അപ്പോൾ മുറ്റം നല്ല നനഞ്ഞിരിക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മഴ പെയ്തിന് ഗൈസ് ഇന്നലെ. അപ്പോൾ സ്വതവേ ഈ പകൽ സമയങ്ങളിൽ മഴ നമ്മൾ കാണുന്നില്ല. അപ്പോൾ മഴയൊന്ന് കാണാനായിട്ട് ഈ പകൽ സമയങ്ങളിൽ പെയ്യുന്നില്ല, രാത്രിയാണ് തോന്നുന്നുണ്ട് പെയ്യുന്നത് കേട്ടോ. രാവിലെ തന്നെ കൊലയിലേക്ക് വന്നപ്പോൾ അച്ഛൻ ഭയങ്കര പേപ്പർ വായനയിലാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊലയിലൊക്കെ പോയി ഒന്ന് മുറ്റൊക്കെ ഒന്ന് കണ്ട് അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും അത് കൂടാണ്ട് ചിക്കൻ കറിയാണ് ഉള്ളത്. അപ്പോൾ അച്ഛമ്മ ഇവിടെ വന്നിന്. അച്ഛമ്മ രാവിലെ എന്താ പറയുക, അധിക ദിവസം നമ്മളെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ നീച്ചതുകൊണ്ട് തന്നെ ഞാൻ അച്ഛമ്മനെ കണ്ട്, മറ്റേ അമ്മനെ കാണലില്ല. അമ്മ അതിൻ്റെ മുന്നേ ഞാൻ നീക്കണതിൻ്റെ മുന്നേ അമ്മ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. ഇത് നമ്മളെ വീടിൻ്റെ ബാക്ക് വശം കേട്ടോ. ബാക്ക് എന്ന് പറയാൻ പറ്റില്ല, സൈഡാണ്. അപ്പോൾ ഈ മഴയൊക്കെ ആയിട്ട് മൊത്തം ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു സമാധാനമായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടേനും ഇപ്പോൾ 3 ദിവസങ്ങളായിട്ട്. അപ്പോൾ ഒരു മഴയൊക്കെ കിട്ടിയപ്പം കാണാനും നല്ല ഭംഗിയിട്ട് മൊത്തം ഇങ്ങനെ നനഞ്ഞിറന്നിട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അച്ഛമ്മയും കുറച്ച് നേരം വർത്താനം പറയുന്നത്. ഈ അച്ഛമ്മ എന്ന് ഇടയ്ക്കിടക്ക് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അച്ഛമ്മ എന്നൊന്നും വിളിക്കാറില്ല, ഞാൻ അമ്മന്നേ പറയുള്ളൂ. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പുട്ട് കഴിക്കുകയാണ് ഗൈസ്. പുട്ടും നല്ല ചിക്കൻ കറിയാണ് ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത്. അപ്പം നല്ലൊരു കോമ്പിനേഷനാണ് പുട്ടും ചിക്കൻ കറിയും. പിന്നെ എനിക്കതിൽ ഒരു മിസ്സിങ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആയിട്ട് തോന്നിയത് ഒരു പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായിരുന്നു. പക്ഷേ പപ്പടം ഇല്ലേനും തോന്നുന്നുണ്ട് നമ്മളെ വീട്ടിൽ. അതാണ് കേട്ടോ കാച്ചാ ഞാൻ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുറച്ച് നാട്ടുവർത്താനും വീട്ടുവർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 3 ആൾക്കാരും കൂടെ ചായ കുടിക്കുകയാണ്. അപ്പോൾ അച്ഛൻ നേരത്തെ ചായ കുടിച്ചു കഴിഞ്ഞാലും അപ്പോൾ ഞാനും അച്ഛമ്മയും കൂടെ പിന്നെ അമ്മയും ഞങ്ങൾ 3 ആൾക്കാരും കൂടെ പുട്ടും ചിക്കൻ കറിയും കട്ടൻ ചായയും കഴിക്കുകയാണ് ഗൈസ്. എനിക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് പുട്ടാണ്. അത് പുട്ട് തന്നെയാണ്. പുട്ട് തന്നെയാണ് വേഗം ചെയ്യുക. ഉപ്പുമാവാകുമ്പോൾ അതിന് ഉള്ളി മുറിക്കണം, പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ അതെല്ലാം കൂടി ഒന്ന് താളിക്കണം. പിന്നെ ഉപ്പുമാവാണ് അധികം ആൾക്കാരും ഉപ്പുമാവാണ് എല്ലാവരും അധികം ഉണ്ടാക്കുക. വേഗം കുറിയരിക്കഞ്ഞി എന്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. രാവിലെ പോകുമ്പോൾ കുടിക്കാൻ സുഖം. പിന്നെ വേറെ പണിയൊന്നുമില്ല. കഞ്ഞി ഉണ്ടാക്കുക, കുറച്ച് കുടിക്കാം. ഞങ്ങൾ അമ്മമ്മ ഇടയിൽ പോകുമ്പോൾ രാവിലെ കഞ്ഞിയാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നിൽക്കുകയാണ് കഞ്ഞി കറി കുടിക്കാം. ഇവിടെ പോകുമ്പോൾ എന്നിട്ട് ലലിമാവിൻ്റെ ഇവിടെ പോകുമ്പോൾ രാവിലെ ഇതൊന്നും തിന്നൂരാണ് കഞ്ഞി. അപ്പോൾ നമുക്ക് ഇന്ന് ചായ ഇങ്ങനെ കുടിച്ച് മാത്രം ഇരുന്നാൽ പോരാ, ഇന്ന് നമുക്ക് വർക്കിന് പോകണം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരാം. കാരണം ഇനിയും ഞാൻ അവിടെ വർത്തമാനം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നല്ല ലേറ്റാവും, എൻ്റെ ബസ് പോവും. പിന്നെ പണിക്ക് കയറുന്നത് 9:30 കഴിയും. അപ്പോൾ പിന്നെ അത് ഒരു ചോദ്യമാവും. അപ്പോൾ അതിനൊന്നും നിൽക്കാണ്ട് നമുക്ക് വേഗം എന്തായാലും പോയിട്ട് മാറ്റി സെറ്റായിട്ട് വരാം. പിന്നെ നമുക്ക് ഈ മേക്കപ്പിൽ ലിപ്സ്റ്റിക് ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് ഇന്നും കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ടൂൾസ് വരുന്നത്. ഇതല്ല, അപ്പുറത്തെ സെഷനിലും കുറച്ച് ടൂൾസ് ഉണ്ട്. പിന്നെ ആ ഏരിയ ഇച്ചിരി കാണിക്കാതെയാണ് നല്ല ഇച്ചിരി വൃത്തികേടായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി. ഇനി നമുക്ക് നേരെ പോവാം, കാരണം ഓൾറെഡി ലേറ്റായി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞളിക്കാൻ നിന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ വഴിക്ക് പോകും. ഞാൻ ഓഫീസിലെത്തുന്നത് ലേറ്റാവും. പിന്നെ എന്തുകൊണ്ട് ലേറ്റായി എന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് വേഗം തന്നെ ഇറങ്ങാം. ബാഗൊക്കെ ആയിട്ട് പോയിനും ഇന്ന് നല്ല ശുഭമുഹൂർത്തത്തിൽ തന്നെ ആ ബാഗ് താഴെ വീണ്. പിന്നെ അതിൽ പൊട്ടാനായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലേനും. പക്ഷേ എന്നാലും ആ സിപ്പൊന്നും ഇടാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൈസയൊക്കെ പോയിന് കേട്ടോ, ചില്ലറ പൈസയൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വീട്ടിലായതുകൊണ്ട് വീട്ടിൽ നിന്ന് വർക്ക് ആവുന്ന സമയത്ത് ഈ ലാപ്ടോപ്പൊന്നും താങ്ങി പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാപ്ടോപ്പൊക്കെ എടുത്ത് സെറ്റായിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ എൻ്റെ ബാഗ് പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുക കേട്ടോ ഒന്ന്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എടുത്ത് എല്ലാം സെറ്റാണ്. അപ്പോൾ ഞാൻ പോകാനായിട്ട് അച്ഛനാണ് ഇന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പ്രബോധിനി ബസ്
സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഏതായാലും ലേറ്റായി, അപ്പോൾ ഞാൻ നടക്കും കൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നും എത്താൻ പോണില്ല. പിന്നെ അച്ഛൻ വീട്ടിൽ ഓൾറെഡി ഉള്ള ദിവസങ്ങളിലേക്ക് നടക്കാനും ആവില്ല, എനിക്ക് അപ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ കാലുവേദന വരും. അപ്പോൾ പിന്നെ ഞാൻ നടക്കാറില്ല, അത് മടിയോണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇന്നും അച്ഛനാണ് കേട്ടോ ബസ് സ്റ്റോപ്പാക്കി തരല്. അപ്പോൾ നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ എത്തി. ബസ് സ്റ്റോപ്പിൽ ഞാൻ ബസ് പോയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ബസ് സ്റ്റോപ്പിലെത്തിയത്. ഓക്കെ, അങ്ങനെ ബസ്സൊക്കെ കിട്ടി, നേരെ ഓഫീസിലെത്തി. ഓഫീസിൽ എത്തിയപ്പം ഇരുന്നപ്പം തന്നെ വാതിൽ തുറന്നപ്പം തന്നെ കണ്ടത് പ്രവീണ തന്നെയാണ്. അപ്പം ഇങ്ങനെ എന്തൊക്കെയോ ഒരു 100 കിലോ എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നുണ്ട് എന്നോട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒന്ന് ജസ്റ്റ് താഴത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ ഉണ്ട് ഈ പറഞ്ഞ സാധനം. ഈ സാധനം ഉണ്ടല്ലോ, ഈ ഹിറ്റാച്ചി, ഇത് ഇറക്കുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഇറക്കുന്നത്. അതായത് ഇത് ഇത്രയും നേരം ഈ പറഞ്ഞ ലോറീൻ്റെ മണ്ടയിലിരിക്കുന്നു, ഇത് ഇറക്കുന്നത് നല്ല രസമായിട്ടാണ് ഇവരിത് ഇറക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. അങ്ങനെ ഇത് ഇറക്കുന്നത് ഞാനും പ്രവീണയും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു അത്ഭുതം തോന്നിയത് കണ്ടപ്പോൾ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് അത് ഇറക്കണമായിട്ട് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞേരെ നമ്മൾ ഓഫീസിൽ ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്, അതായത് പഴംപൊരി, ബോണ്ടയൊക്കെ. അപ്പോൾ അത് തുറക്കാനുള്ളൊരു തന്ത്രപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രവീൺ അത് കഷ്ടപ്പെട്ട് തുറന്ന്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നല്ല വിശക്കുണ്ടേനു, ഉച്ച സമയത്താണ് അത് കിട്ടിയതും. അപ്പോൾ അതെന്തായാലും നന്നായി എന്ന് വിചാരിച്ചിട്ടോ, കാരണം ഒരു പാത്രം നിറച്ചും പഴംപൊരിയും അത് കൂടാണ്ട് ബോണ്ടിയും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും പഴംപൊരിയും ബോണ്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതൊക്കെ കഴിച്ചു. പിന്നെ വിവേക് ബോണ്ടേൻ്റെ ഷേപ്പൊക്കെ നോക്കി നല്ലതൊക്കെ നോക്കിയിട്ടാണ് തോന്നുന്നുണ്ട് എടുക്കുന്നത്, എന്താ ഇപ്പം കാട്ടണമെന്നറിയില്ല, കുറേ നേരം ഓരോന്നും നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ മാത്രമല്ല രേവതിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി മാക്സിമം ക്യാമറയിലേക്ക് മുഖം തരാണ്ട് താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക്, അതായത് നമുക്ക് ഓഫീസിൽ നിന്ന് ഇതുമാതിരത്തൊരു സാധനം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാരക്ക, പിന്നെ അതുമാതിരി ബദാം, പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ നട്ട്സ്, ഇങ്ങനെയുള്ള 3 സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇതിങ്ങനെ എല്ലാവർക്കും കിട്ടീന്. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ, അതായത് ലഞ്ചിന് മുന്നേ ആയിട്ട് രേവതീൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ടോസ്റ്റഡ് ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും തിന്ന് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ, അതായത് ചോറ് കഴിച്ച്. അങ്ങനെ ചോറ് കഴിച്ചതിന് ശേഷം നമ്മുടെ ഓഫീസിൻ്റെ താഴെ തന്നെയായിട്ട് ലെറ്റ്സ് ചായ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അതായത് ഒരു ടീ ഷോപ്പ്. അപ്പം ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ തിന്നാന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് തിന്നതിൻ്റെ മേലെയായിട്ട് നമുക്ക് എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ചു. പിന്നെ വിശപ്പ് എപ്പോഴും നമുക്ക് ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. ഓൾറെഡി അതിൽ കൊണ്ടുവന്ന ഈ ബോണ്ടിയും പഴംപൊരിയൊക്കെ തിന്നതിന് ശേഷം ചോറ് തിന്ന് അതിന് ശേഷം നമ്മൾ എഗെയിൻ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോൾഡ് ബൂസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ കോൾഡ് ബൂസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നിന് വന്നിട്ട് 50 രൂപയാണ്, അതായത് 50 റുപ്പീസാണ് വന്നിട്ടുള്ളത് പ്രൈസിങ് ഒക്കെ. അപ്പോൾ ഞങ്ങൾ 3 ആൾക്കാരും കോൾഡ് ബൂസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ 2 കോൾഡ് ബൂസ്റ്റിനകത്ത് എന്താ പറയുക പഞ്ചാര ഇട്ടതാണ്. പിന്നെ രേവതിക്ക് വരുന്നത് പഞ്ചാര ഇല്ലാത്ത കേട്ടോ. അവൾ 4 ദിവസമായിട്ട് ഷുഗർ കട്ടാണെന്നൊക്കെയാണ് പറയുന്നത്, എന്താ സത്യാവസ്ഥ എന്നുള്ള നമുക്കറിയില്ല. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓഫീസിലെത്തി. അപ്പോഴാണ് ഈ പ്രവീണയ്ക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സ്കില്ലുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഹൗ മൈ എല്ലില്ലാത്ത ഫ്രണ്ട്, ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രേവതി ഇവിടെ എന്തോ കാര്യമായിട്ട് എന്തോ പണിയിലാണ്. അപ്പം ഞാൻ ഈ ക്യാമറയായി പോയപ്പോൾ തന്നെ ആൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു കേട്ടോ, ക്യാമറയിലേക്കേ നോക്കുന്നില്ല. എടുക്കാണ്ട് ഗുനായിദിൻ എന്താ ഗുഡ് മോർണിംഗ്, ഗുനായിദിൻ ഗുഡ് നൈറ്റ് അല്ല, ഐ തിങ്ക് ഗുനായിദിൻ ഗുഡ് നൈറ്റ് ആണ്. ആ ശരിയാ, അങ്ങനെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പം നമ്മൾ ഓരോ ചായ കുടിച്ചു. അപ്പോൾ പ്രവീൺ എന്ന് ആക്ച്വലി 1/2 മണിക്കൂർ നേരത്തെ ഇറങ്ങുന്നുണ്ട്, 5 മണിക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആൾ സിനിമ കാണാൻ പോവാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് 5:30 ആയപ്പം തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അതായത് കറക്റ്റ് 5:30, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ രേവതീൻ്റെ കൂടിയാണ് പോണത്. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട്, അതായത് ഓഫീസിൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ രേവതീൻ്റെ കൂടിയാണ് മാനാഞ്ചിറ വരെ പോവാം കേട്ടോ. എന്നിട്ട് ഞാൻ മാനാഞ്ചിറ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഞാൻ ബസ്സിന് പോവും.
അതായത് കറക്റ്റ് 5:30 ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് 5:45 കടലുണ്ടി ബസ്സുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അധികം വൈകാണ്ട് എനിക്ക് വീട്ടിലെത്താം. അപ്പോൾ അങ്ങനെ ഞാൻ രേവതിൻ്റെ കൂടെ വന്ന് എനിക്ക് ബസ് കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, വീട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ബസ്സൊക്കെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അധികം ഇരുടാവാണ്ട് തന്നെ വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ അധികം ഇരുടാവാണ്ട് തന്നെ ഞാൻ വീട്ടിലെത്തി. കാരണം എനിക്ക് കറക്റ്റ് 5:45 എനിക്ക് ബസ് കിട്ടിയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് എത്തി. അല്ലെങ്കിൽ ഈ വഴിക്കൊന്നും ഇത്ര വെളിച്ചമൊന്നും ഉണ്ടാകലില്ല, അത്യാവശ്യം ഇരുടാവലുണ്ട് ഞാൻ സ്വതവേ എത്താനായിട്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ കാണുന്ന മഞ്ഞ ലൈറ്റുള്ള വീടാണ് എൻ്റെ വീട്. ഐ മീൻ മഞ്ഞ പെയിൻ്റ് ഉള്ളതാണോ മഞ്ഞ ലൈറ്റുള്ളതാണോ, എന്തായാലും ആവട്ടെ. അപ്പോൾ ഇതാണ് വന്നിട്ട് എൻ്റെ വീട്. ഞാൻ വാതിലൊക്കെ തുറന്ന് വന്നപ്പോൾ തന്നെ അമ്മ ഇങ്ങനെ ചിരിച്ച് കാത്തിക്കണ്ടേനും. സ്വതവേ ഞാനും അമ്മയും ഒരുമിച്ചാണ് വരൽ വർക്ക് കഴിഞ്ഞിട്ട്. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ചാൽ അമ്മ കുറച്ച് നേരത്തെ അമ്മേൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിന് കേട്ടോ. അങ്ങനെ വീട്ടിലേക്കൊക്കെ ഞാൻ കയറി വന്നപ്പോഴാണ് അമ്മക്ക് തീരെ സുഖമില്ല. അമ്മക്ക് നല്ല പനിയും ജലദോഷമൊക്കെ ആയിട്ട് ആകെ ഇങ്ങനെ അലമ്പായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഉഷാറൊന്നുമില്ല കേട്ടോ ആൾക്ക്. പിന്നെ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ കർമൂസ കഴിച്ചു. കാരണം നമ്മൾ അജീച്ചി നമുക്ക് കൊണ്ടു തന്നിന് കേട്ടോ കർമൂസ. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ഈ 2 പീസ് കർമൂസ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മളെ വീട്ടിൽ കുറച്ച് എന്താ പറയുക സമൂസ, ഉള്ളിവട അമാതിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഒരെണ്ണം കഴിച്ചു. ഞാൻ ഒരു സമൂസ കഴിച്ചു. പിന്നെ ചായ കുടിച്ച്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇവിടെ മറ്റേ പുഴുങ്ങിയ മുട്ട ഉണ്ടേന്, അങ്ങനെ അതും കൂടെ കഴിച്ചിട്ടോ. ഞാൻ മഞ്ഞ ഒഴിവാക്കിനെ, വെള്ളം മാത്രം. പിന്നെ അത് മാത്രമല്ല, പിന്നെ എൻ്റെ കുപ്പി 2 ലിറ്റർ കുപ്പീനകത്ത് ഫുള്ള് വെള്ളം നിറച്ചിട്ട്, കാരണം ഇത് മൊത്തം കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ മോട്ടിവേഷൻ. പിന്നെ ഇന്ന് രാത്രി നമുക്ക് വന്നിട്ട് കഞ്ഞിയാണ് കേട്ടോ വീട്ടിൽ. എന്നും നമ്മൾ ചിക്കനും മീനൊക്കെ തിന്നാൽ എങ്ങനെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമോ അല്ല ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഞ്ഞി കുടിക്കണം ഗൈസ്. അങ്ങനെ കഞ്ഞിക്ക് നമ്മൾ അമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞിക്ക് കൂട്ടാനായിട്ട് നമ്മൾ കോളിഫ്ലവർ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട്, നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ് സംഭവം. അപ്പോൾ അമ്മ അങ്ങനെ ഈ കോൺഫ്ലോറും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കോളിഫ്ലവർ പൊരിച്ചാൽ മാത്രമല്ല നമ്മളെ കൈമിൽ ഇതിൻ്റെ ഉപ്പേരി ഉണ്ട് കേട്ടോ, വെണ്ടക്ക ഉപ്പേരിയും കൂടെ ഉണ്ട്. അപ്പോൾ ഗൈസ് അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം വന്നിട്ട്. അപ്പം നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും കാണാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.